ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ വേനലായല്ലേ, അപ്പോൾ സ്കൂൾ എന്തായാലും തുറക്കാറായി. അപ്പോൾ മെയ് 3-ന് എല്ലാ വർഷവും നമ്മൾ ടൂറ് പോകും കേട്ടോ. നമ്മുടെ ഒരു തീർത്ഥാടന യാത്രയെന്ന് പറയാം. അപ്പോൾ തീർത്ഥാടന യാത്ര എവിടെയാണ് മെയിനായിട്ട് പോകുന്ന ഇടത്തുവയലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കയറാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ, നമ്മുടെ അവിടെ നിന്നുള്ള ഗണപതി ക്ഷേത്രത്തിൽ തന്നെ പ്രാർത്ഥിച്ചിട്ടായിരുന്നു കേട്ടോ തുടക്കം. പിന്നെ അടുത്തുള്ള നമ്മുടെ കടുവാപ്പള്ളി ഉണ്ടല്ലോ, അവിടെ ഇറങ്ങി പ്രാർത്ഥിക്കുക എന്നുള്ളവർക്ക് പ്രാർത്ഥിച്ചു. അപ്പം ഞാനും കയറി പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പം എന്താ പറയുക, കൂടുതലായിട്ട് ഭയങ്കര ഇതായിട്ട് അറിയില്ലെങ്കിലും എല്ലാ ദൈവങ്ങളുടെയും പ്രാർത്ഥിക്കുന്ന പോലെ അവിടെ പോയും പ്രാർത്ഥിച്ചു. അവിടെ ചെന്നിരുന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ കുറച്ച് നേരം. ആ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പള്ളിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അടുത്ത് പോയത് നമ്മുടെ കാട്ടിൽ മേക്കിൽ ഭഗവതി ക്ഷേത്രം ഉണ്ടല്ലോ, നമ്മുടെ മണികെട്ടണ ക്ഷേത്രം. ഞാനെപ്പോഴും മണികെട്ടണ ക്ഷേത്രം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും മക്കളില്ലാത്തവരൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ മണിയൊക്കെ വാങ്ങി ഇടും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വന്ന് മണിയൊക്കെ കെട്ടിയിടണം. അത് കഴിഞ്ഞിട്ട് പൊങ്കാല എന്തോ ഇടണം കേട്ടോ. അങ്ങനെയൊക്കെ എന്തോ ആണെന്ന് തോന്നുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എനിക്ക് ക്ലിയറായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ മണിയൊന്നും കെട്ടില്ല കേട്ടോ. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് വരാനാണ് പതിവ്. അപ്പോൾ നമ്മൾ ഈ ടൂറായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അധിക സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. കുറച്ച് സമയം പ്രാർത്ഥിച്ച് പെട്ടെന്ന് ഇറങ്ങാനേ പറ്റത്തുള്ളൂ. അല്ല, നമുക്ക് ഒറ്റയ്ക്കൊക്കെ പോകണമെങ്കിൽ മണിയൊക്കെ കെട്ടണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് മണിയൊക്കെ കെട്ടി സാവധാനം നമുക്ക് വരാവുന്നതാണ് കേട്ടോ. കുറച്ച് സമയം എടുക്കും അതിനായിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതുപോലെ ഒരു ചെറിയൊരു ബോട്ടിൽ കയറിയാണ് കേട്ടോ അപ്പുറത്തെ കരയിലോട്ട് പോയത്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നു. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ ബോട്ടിലൊക്കെ പോകാനായിട്ട്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവൻ എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പലപ്പുഴ കണ്ണനെയാണ് കേട്ടോ കാണാൻ പോയത്. എന്താ പറയുക, നട അടച്ചിരുന്നു കേട്ടോ. പക്ഷേ പായസം മാത്രം തീർന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അമ്പലപ്പുഴ പാൽപ്പായസം. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ രുചി. അപ്പം നമ്മളവിടുന്ന് ഭാഗ്യത്തിന് നമുക്ക് കിട്ടി കേട്ടോ. അമ്പലപ്പുഴ പാൽപ്പായസം ഒക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്, നല്ല സ്ഥലമുണ്ട്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ്. പക്ഷേ ഞാനൊരു വീഡിയോ എടുത്തു തരാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തു തരും കേട്ടോ. അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ക്യാമറ എടുത്ത് വെച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ചേട്ടൻ എടുക്കാൻ അറിയില്ല, ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുത്തെ ക്ഷേത്രത്തിലെ കുളത്തിൽ വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി കേട്ടോ. വേനലായതുകൊണ്ടായിരിക്കാം. പിന്നെ ഉച്ച സമയമായിട്ടോ, ഏതാണ്ട് 1 മണി ആവാറായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടത്തുവയിൽ തന്നെ നേരെ പോയി കേട്ടോ. അത് കഴിഞ്ഞ് എടത്തുവയിൽ പോയി അവിടുന്ന് ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പള്ളിയിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. മെയിനായിട്ട് നമ്മൾ എടത്തുവയിലാണ് പോകണം, എന്നാലും നമ്മൾ അടുത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം പോകാറുണ്ട്. അപ്പോൾ ഈ കല്ലൊക്കെ എടുത്തിട്ട് പോകണം അവിടെ നേർച്ചയുടെ ഭാഗമായിട്ടാണ് കേട്ടോ. അവിടുത്തെ നേർച്ച ഈ കുട എടുത്തിട്ട് ഇങ്ങനെ പള്ളിയുടെ ചുറ്റും ഇങ്ങനെ ചുറ്റി പ്രാർത്ഥിക്കുക, കല്ലെടുത്തിട്ട് പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരാഗ്രഹം പറഞ്ഞ് ഈ വർഷം പോവുകയാണെങ്കിൽ അത് ആകുകയാണെങ്കിൽ അടുത്ത വർഷം വന്ന് വീണ്ടും കല്ലെടുക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ. അപ്പം ഞാനൊരു കല്ലെടുത്ത് പ്രാർത്ഥിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഇതുപോലെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതുപോലൊരു വെള്ളയും ചുമപ്പും മഞ്ഞയൊക്കെ ഒരു പപ്പിക്കുട്ടി ഇങ്ങനെ തലയാട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് കാർ വാങ്ങാൻ അതിനകത്ത് വെക്കാനായിട്ട് വാങ്ങിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നു കേട്ടോ. അതിനെയൊക്കെ നോക്കിയിട്ട് പിന്നെ വണ്ടിയിൽ കയറിയത് പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. ഞാൻ ഇറങ്ങി കളിക്കാത്ത കാര്യം ഞാൻ ഛർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നനങ്ങാതിരിക്കും. എനിക്ക് എല്ലായിടത്തും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, ഛർദ്ദിൽ. ഈ ഇവിടെ പോയാലും ദൂരയാത്ര പോയാലും ഛർദ്ദിൽ ഒട്ടും പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനമായിട്ട് കയറുന്ന ക്ഷേത്രമാണ് നമ്മൾ ചക്കുളത്ത്. അപ്പോൾ വൈകുന്നേരം ദീപാരാധന കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ എത്തി കേട്ടോ. നന്നായിട്ട് അമ്മേനെ തൊഴാൻ പറ്റി. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കുളത്ത് പോകുന്നത്. അവിടെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചു. പിന്നെ ദീപാരാധനയ്ക്ക് തന്നെ എത്താൻ പറ്റിയോണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഇരുട്ടായതുകൊണ്ട് വീഡിയോകളൊക്കെ എടുക്കുന്ന കുറവായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു തീർത്ഥാടന യാത്രയാണെങ്കിൽ പോലും നമ്മൾ എൻജോയ് ചെയ്താണ് കേട്ടോ പോയത്. എന്താ പറയുക, എല്ലാവരും എൻജോയ് ചെയ്ത് ഒക്കെയാണ് കേട്ടോ. തീർത്ഥാടന യാത്രയാണ് പോകുന്നത്. എല്ലാ വർഷവും പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ എടത്തുവയിൽ എല്ലാ വർഷവും പോകുന്നു. എല്ലാ വർഷം മെയ് 4-നാണെന്ന് തോന്നുന്നു പോകുന്നത്. ഈ വർഷം മെയ് 3-നാണ് പോയത്. പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ട്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടം. കൊച്ചിയിൽ ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട് ഇതിനകത്ത് കോൺ നിറയെ കഴിക്കണമെന്ന് വലുതാകുമ്പോൾ. പക്ഷേ ഞാൻ കഴിച്ചു കേട്ടോ. അത് എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഐസ്ക്രീമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം. അപ്പോൾ അത്രയുള്ള കൂട്ടുകാരെ, പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.